40 രൂപയ്ക്ക് ചെറിയൊരു ബിരിയാണി കൊടുക്കും. ഞാനും സാറും മലപ്പുറം നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഹോട്ടൽ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ക്ലോസ്ഡ് ആയ രൂപത്തിലായിരുന്നു ഫ്രണ്ട് പോർഷൻ കാണാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ പിന്നിലോട്ട് നടക്കുമ്പോഴാണ് സാർ വിളിച്ച് വായ ഉള്ളിലോട്ട് സ്ഥലമുണ്ട്. ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് പുറം എന്താണ് ക്ലോസ്ഡ് ആയി കിടക്കുന്നത് എന്നതിന്റെ തക്കതായ റീസൺ അറിയാൻ പറ്റി. അതെന്തായാലും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതില്ല, നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കുക. നമ്മൾ എത്തിയത് ഓൾമോസ്റ്റ് ഈവനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഊണ് മാത്രമായിരുന്നു. അങ്ങനെ 2 ഊണ് ഓർഡർ ചെയ്ത്. ഈ ഒരു ഊണിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്നവർക്ക് ഇതൊരു നോർമൽ ഫുഡായിട്ടേ ഫീൽ ചെയ്യൂ. ബട്ട് വീട്ടിലല്ലാത്തവർക്ക്, എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള എൻ്റെ സാർ, ആളുടെ വീട് കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വീട്ടിലെ ഊണ് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഷോപ്പ് നമുക്ക് കാണുന്നത്. ഷോപ്പിലെ ഫുഡ് മാത്രമല്ല 100% മനസ്സ് നിറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരാൾ കൂടെയാണ് ഈ ഷോപ്പിന്റെ ഓണർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കേട്ടു നോക്കൂ. വീട്ടിൽ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ടൊന്നും ചേർക്കുന്നില്ല. സോഡാപ്പൊടി, അതുപോലെ കളറുകൾ, ഇപ്പം ചുവന്ന കളർ വേണമെന്നുള്ള നിലക്കുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ കഴിക്കുന്നത് തന്നെ വരാനുള്ളത് ഞങ്ങളൊക്കെ ബന്ധത്തിൽപ്പെട്ടവർ, റിലേഷൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇവരൊക്കെ തന്നെ വന്ന് കഴിക്കാനുണ്ട്. ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ഞങ്ങൾ 40 രൂപയ്ക്ക് ചെറിയൊരു ബിരിയാണി കൊടുക്കും. അങ്ങനെ ഞാനും സാറും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനും ഈ ഒരു വീഡിയോ ഇവിടെ ഇടാനുമുള്ള കാരണം. നിങ്ങൾ പെരിന്തൽമണ്ണ ടു മലപ്പുറമായി പാസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാക്കുക. അത് ആ ചേട്ടനൊരു ഭയങ്കര ആശ്വാസമായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളല്ലോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ.